നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ലക്ഷക്കണക്കിന് ആളുകൾ കാത്തിരുന്ന ഒരു പ്രധാന വാർത്തയെക്കുറിച്ചാണ്. നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഈ വരുന്ന ബുധനാഴ്ച, അതായത് 2026 മാർച്ച് 25 മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ്. നിങ്ങളുടെ കൈകളിൽ എപ്പോൾ പണം ലഭിക്കും? 2 മാസത്തെ പെൻഷൻ ഒന്നിച്ചു ലഭിക്കുമോ? ആർക്കൊക്കെയാണ് കൂടുതൽ തുക ലഭിക്കുന്നത്? ഈ കാര്യങ്ങളെല്ലാം വിശദമായി അറിയാൻ വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം തന്നെ തീയതി ഓർമ്മിക്കുക. മാർച്ച് 25, 2026 ബുധനാഴ്ച മുതൽ പെൻഷൻ വിതരണം ഔദ്യോഗികമായി ആരംഭിക്കും. ഏതാണ്ട് 63 ലക്ഷം പേർക്ക് ഈ പെൻഷൻ തുകയുടെ പ്രയോജനം ലഭിക്കുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഇത് വളരെ വലിയൊരു കാര്യമാണ്. ഇപ്പോൾ വിതരണം ചെയ്യുന്നത് മാർച്ച് മാസത്തെ പെൻഷൻ തുകയാണ്. ഇതിന് ശേഷം രണ്ടാമത്തെ ഗഡു വിതരണം നടക്കും. അത് ഈ മാസം മാർച്ച് 31 മുതൽ ആരംഭിക്കും. മാർച്ച് 31 മുതൽ വിതരണം ചെയ്യുന്നത് ഏപ്രിൽ മാസത്തെ പെൻഷൻ തുകയാണ്. അതായത് ഏപ്രിൽ മാസത്തെ പെൻഷൻ മുൻകൂറായി മാർച്ച് അവസാനത്തോടെ തന്നെ നൽകാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പെൻഷൻ മുൻകൂറായി നൽകുന്നത്? ഈ വരുന്ന വിഷു, ഈസ്റ്റർ തുടങ്ങിയ വിശേഷ ഉത്സവ ദിനങ്ങൾ പ്രമാണിച്ചാണ് സർക്കാർ ഈ തുക മുൻകൂറായി നൽകാൻ തീരുമാനിച്ചത്. ഇത് തീർച്ചയായും വലിയൊരു ആശ്വാസമായിരിക്കും. നിങ്ങളുടെ പെൻഷൻ തുക വീട്ടിലെത്തി നൽകുന്ന രീതിയിലാണ് എങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ 2 ഗഡുക്കളും ചേർത്ത് ഒന്നിച്ച് 4000 രൂപയായിരിക്കും വീട്ടിൽ ലഭിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ലഭിക്കുന്നത് എന്ന് നോക്കാം. ഉദ്യോഗസ്ഥർക്ക് 2 വട്ടം വീടുകളിൽ തുക എത്തിക്കുന്നതിന് പകരം ഏപ്രിൽ ആദ്യത്തെ ആഴ്ചയിൽ മാർച്ച് ഏപ്രിൽ മാസത്തെ പെൻഷൻ ഒന്നിച്ച് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നതിനാലാണ്. അതിനാൽ ഏപ്രിൽ മാസത്തിൽ 25-ന് ശേഷം നിങ്ങൾക്ക് പെൻഷൻ ഉണ്ടായിരിക്കുന്നതല്ല. എന്നാൽ ബാങ്ക് വഴി പെൻഷൻ ലഭിക്കുന്നവർക്ക് അതാത് സമയത്ത് തന്നെ തുക എത്തിച്ചേരുന്നതുമാണ്. ഇതോടൊപ്പം കേന്ദ്ര ഗവൺമെൻറ് നൽകുന്ന ഒരു വിഹിതം ഏതാണ്ട് 8.5 ലക്ഷം പേർക്ക് കൂടി ലഭിക്കുന്നതാണ്. അങ്ങനെയുള്ളവർക്ക് കേന്ദ്ര വിഹിതം കൂടി കൂട്ടിച്ചേർത്ത് 2000 രൂപ ലഭിക്കാൻ സാധ്യതയുണ്ട്. കേന്ദ്ര വിഹിതം എല്ലാവർക്കും ഒരുപോലെയല്ല ലഭിക്കുന്നത്. 500, 300, 200 എന്ന ക്രമത്തിലാണ് ചിലർക്ക് ലഭിക്കുന്നത്. സംസ്ഥാന കേന്ദ്ര വിഹിതങ്ങൾ എല്ലാവർക്കും ഒരേ സമയത്ത് തന്നെ എത്തിച്ചേരുമെന്ന് സർക്കാർ ഉറപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നുകൂടി നമുക്ക് നോക്കാം. പെൻഷൻ വിതരണം മാർച്ച് 25 മുതൽ ആരംഭിക്കും. മാർച്ച് മാസത്തെ പെൻഷൻ ഇപ്പോൾ നൽകും. ഏപ്രിൽ മാസത്തെ പെൻഷൻ മുൻകൂറായി മാർച്ച് 31 മുതൽ നൽകും. കൈകളിൽ പണം ലഭിക്കുന്നവർക്ക് ചിലപ്പോൾ 2 മാസത്തെ പെൻഷൻ ഒന്നിച്ച് 4000 രൂപ ലഭിക്കാം. കേന്ദ്ര വിഹിതം ലഭിക്കുന്നവർക്ക് കൂടുതൽ തുക ലഭിക്കാം. ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യുക. പെൻഷൻ തുക ലഭിക്കുന്നവർക്ക് അത് വളരെ ഉപകാരപ്രദമായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.